ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പൂരമായിരുന്നു കേട്ടോ. ഫെബ്രുവരി 12-ാം തീയതി കഴിഞ്ഞ വ്യാഴാഴ്ച. അപ്പോൾ അമ്മ കുറേ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പൂരമാകുമ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാൾ നമുക്ക് കുറേ അച്ചപ്പം ഉണ്ണിയപ്പം ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കണ്ടേ. പിന്നെ അമ്മയും മനിയേട്ടനും ഉണ്ണിയും കൂട്ട് അമ്പലത്തിൽ പോയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പറ വയ്ക്കാൻ പോയതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ചെരിച്ചെടുക്കണം എന്ന് പറഞ്ഞ ആൾ സ്ട്രെയിറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് കാറ്റുകാലാണ്. പാലക്കാടിനോടടുത്ത് കിടക്കുന്നതല്ലേ, വടക്കാഞ്ചേരിയാണല്ലോ. നല്ല അടുത്തല്ല, പക്ഷെ എന്നാലും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അമ്പലമൊക്കെ കണ്ടില്ലേ, അതാണ് അമ്പലം കേട്ടോ. പിന്നെ ചിന്നു വന്നിട്ട് പോരാൻ, അപ്പോൾ പിന്നെ എല്ലാവരും വരുമല്ലോ. പിന്നെ ഇത് അനിയൻ്റെ വൈഫാണ്, ഇത് അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആൾ പേടിച്ച് നിൽക്കുകയാണ്. പേടിച്ച് നിൽക്കാൻ കാരണം ഞാൻ മുഖത്തൊരു ഷീറ്റ് മാസ്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ടാണ് ഇത്രയും എന്താ പറയുക, ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ മുഖമൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി വെറുതെ ഇട്ടത്, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചിക്കനും എല്ലാം കൂട്ടിയിട്ടുള്ള സദ്യയാണ് കേട്ടോ. നമ്മുടെ ചോറ്, സാമ്പാർ, അവിയൽ, ചിക്കൻ, പപ്പടം, അച്ചാർ, പുളിയിഞ്ചി, അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ നിലത്താട്ടിരുന്നത്. പിന്നെ വേറെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ കഴിച്ചു പോയി അതിന് ശേഷം കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് രണ്ടുപേർക്ക് ഫസ്റ്റേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാങ് ഓവറിലാണ് ഒരാളോടൊക്കെ എടുക്കണതും, മറ്റാൾക്ക് ഉറക്കം വന്നിട്ട് പോയി. അപ്പോൾ അവരവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തിയിട്ട് അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയൊക്കെ മുകളിലാണ് ഇരുന്നത്. ഞാനും ഏട്ടനും അനിയനും വൈഫും ചിന്നും എല്ലാവരും താഴത്താട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരെ കഴിച്ച് എഴുന്നേറ്റ് തുടങ്ങി. അപ്പോൾ ഇതാണ് ഇവരുടെ കോസ്റ്റ്യൂം കേട്ടോ. ഒരു ചാണപ്പച്ച കളറാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലാക്കിൽ ഇല എന്താ ഉള്ളൊരു ഷേപ്പിലുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അങ്ങോട്ട് പോകണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ കൂടെയാണ് നമ്മൾ അമ്പലത്തിൽ പോകുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള പൂരത്തിൻ്റെ. അപ്പോൾ ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പൂരത്തിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഉണ്ണിയുടെ ഷർട്ടും ട്രൗസറും എന്നുള്ള രീതിയിൽ അടിച്ചത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഷർട്ട് ഊരിപ്പറിച്ച് കളയുന്നറിയാം. അത് കാരണം കൊണ്ട് നമ്മളൊരു ബനിയൻ ഉള്ളിൽ ഇട്ട് കൊടുത്തതാണ്. പിന്നെ നമ്മുടെ പൂരം വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഇവിടുത്തെ ക്ലബ്ബുകാരുടെയാണ്. ചിങ്കാരിമേള ഉണ്ട്, പിന്നെ വേഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ്. ഇവിടെ ഇതുവരെ ഇങ്ങനത്തെ സംഭവം വന്നിട്ടില്ല. അതായത് ഇങ്ങനെ പ്രേതം, ഭൂതം, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അങ്ങനത്തെ ഒരു വേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ ക്ലബിൻ്റെ കൂടെയാണ്, ഈ പൂരത്തിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മൾ അമ്പലത്തിൽ പോകുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് അമ്പലത്തിൽ പോയി നിൽക്കില്ല. അമ്പലത്തിലാകുമ്പോൾ ആനപ്പൂരമുണ്ട്, പിന്നെ വേറെ ദശക്കാരുടെയൊക്കെ പരിപാടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ശിങ്കാരിമേളം ഇതൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ തലേദിവസം നമുക്ക് തമ്പോല ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഒക്കത്ത് കിടക്കുകയാണ് കേട്ടോ. എല്ലാ പിള്ളേരും ഒക്കത്ത് കയറി. കാരണം പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ പേടിയാണ്. അവരാണെങ്കിൽ പേടിപ്പിക്കാനും നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയ വഴിയാണ്. അപ്പോൾ പാടത്ത് കൂടെ ഇറങ്ങിയിട്ടോ നമ്മളൊക്കെ പൂരൊക്കെ അമ്പലത്തേക്ക് കയറുള്ളൂ. കാരണം അതൊരു കുഞ്ഞു വഴിയാണ്, ഒരു ബൈക്കോ ഒരു ഓട്ടോറിക്ഷയോ പോകാനുള്ള വഴിയുള്ളൂ കേട്ടോ. പിന്നെ പാടത്തുനിന്ന് പിന്നെ ഇവരുടെ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു പരിപാടി കാണാൻ എന്താ പറയുക, ഇവിടെ ആദ്യമായിട്ടായ കാരണം കൊണ്ട് തന്നെ എല്ലാവരും തിക്കി തിരക്കി നിൽക്കുക കേട്ടോ. ശിങ്കാരിമേള അടിപൊളിയായിരുന്നു. ഒരു ഗൗര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ ആയിരുന്നു കേട്ടോ ശിങ്കാരിമേള ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും തിക്കി തിരക്കിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള ആൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതൊക്കെ എടുത്തെറിയില്ലേ, അതിന് പോയിരിക്കുകയാണ് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ എടുത്തെറിയുമല്ലോ, അതിന് വേണ്ടി പോയിരിക്കുകയാണ്. പിന്നെ ഇവരുടെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തീയൊക്കെ വെച്ചിട്ടുള്ളത്. അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളതൊക്കെ പാടല്ലേ, അപ്പോൾ അവിടെയൊന്നും ചെയ്യാണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഗരുഡൻ തൂക്കൊക്കെ വന്നിട്ടുണ്ട്, അത് വേറെ ആൾക്കാരുടെ കേട്ടോ. അത് ഞാൻ ഷോർട്സ് ഇടാൻ പറ്റുന്ന വീഡിയോ അല്ല കേട്ടോ, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പൂരപ്പറമ്പിൽ പോയിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു തന്നു. പിന്നെ പിള്ളേർക്ക് ഈ ബലൂൺ കണ്ടില്ലേ, നമ്മൾ പെരുന്നാളിന് കിട്ടുന്ന പോലെ തന്നെ നമുക്ക് ബലൂൺ ഇഷ്ടം പോലെ നമ്മുടെ ഇതിൽ പരിപാടിയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ കളിപ്പാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല, തിന്നാൻ വേണ്ടി മാത്രമായിട്ട് മേടിച്ചു കൊടുത്തിട്ടില്ല. പിള്ളേർ അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കണില്ല. നമ്മുടെ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിക്കില്ല. ആ കൂടിയിട്ട് ഐസ്ക്രീം വേണം, അതിലപ്പുറം പിള്ളേർക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.